പിന്നെ നമ്മൾ വയനാട് ചുരം ഇറങ്ങാൻ പോവാം. പുത്തേട്ട് ട്രാവലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്കടി. താങ്ക് യു വിസിറ്റ് അഗൈൻ. വയനാടേ വന്നിട്ട് തിരിച്ച് പോകുമ്പോഴല്ലേ അങ്ങോട്ടുള്ള വെൽക്കം ടു വയനാട് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വയനാട് ചുരം ഇറങ്ങാൻ തുടങ്ങാം. ഇവിടെ തൊട്ട് ചുരം നമ്മൾ നാടുകാണി ചുരം പോലെ ഒന്നുമല്ല, അതിലുമൊക്കെ വലിയ ഇറക്കമായത്. ആദ്യമായിട്ടാണ് ഇതുവഴി ഇറങ്ങുന്നത്. എൻജിൻ ബ്രേക്ക് ഒക്കെ ഇട്ട് പതുക്കെ ഇറങ്ങി പോയാൽ മതിയല്ലോ. കയറി വരുന്ന വണ്ടികളൊക്കെ എന്ത് പതുക്കെയാണ് കയറി വരുന്നത്. ഇത് നല്ല വളവാണേ. ഇതുണ്ടോ താഴെ വഴി വന്നുണ്ടോ? ഇല്ല, ഇതേ താഴെ കൂടെ ഓണടിച്ച് ഇറങ്ങിക്കോട്ടെ. റൈറ്റ് ഫുള്ള് ചേർന്നിട്ട് ലെഫ്റ്റിലേക്ക് പിടിച്ചാൽ മതി. നല്ല അടിപൊളി ഒരു വളവാട്ടോ. നല്ല വളവാ. ഇതിനിടയ്ക്ക് ഇങ്ങനെ ഓരോ വണ്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റി ഇങ്ങോട്ട് നിൽക്കുമ്പോഴായി ബ്ലോക്ക് ഉണ്ടാകുന്നതൊക്കെ. ടയർ പഞ്ചറായിരുന്നു. ഞങ്ങൾ അന്നേ കാറിനല്ലേ ഇങ്ങോട്ട് വന്ന് ഇന്നോവയ്ക്ക്. അപ്പൊ അന്ന് ഇത്രയും ഇതാന്ന് മനസ്സിലായില്ല. അപ്പൊ ലോറിയിൽ ഇരുന്നപ്പോഴാണ് വഴിയുടെ ഒരു ഇത് മനസ്സിലായത്. കാറിലിരിക്കുമ്പോൾ മനസ്സിലാകുകയല്ല, ലോറിയും കൊണ്ട് വരുമ്പോഴാ. അതും പ്രത്യേകിച്ച് ഇറങ്ങി വരണം. കയറ്റം കയറുന്നതിൽ കൂടുതലും ഇറങ്ങി വരുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവുള്ളൂ. സുൽത്താൻ ബത്തേരി മൈസൂർ ഇതുണ്ടോ? അവിടെ അത് രണ്ട് വണ്ടി പോകത്തുമില്ല, ഇവിടെ വീതി കുറവാണ്. ഇതുണ്ടോ ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതാ കൂടുതലും ഈ ബ്ലോക്ക് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം കൂടെ ഉണ്ടോ. അപ്പം അവിടെ അവിടുന്ന് വരുന്ന വണ്ടി അല്ല, കയറി പോകുന്ന വണ്ടി പോയി കഴിഞ്ഞ് ഒരു സൈഡേ വണ്ടി പോകാൻ പറ്റുള്ളൂ. അതിനുള്ള വീതിയുള്ളൂ അവിടെ. എന്നാ മലയാന്ന് നോക്കിയല്ലേ, ഭയങ്കര മലയാ. ഇവിടെ താഴെ ഇത് ടണല് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റും കേട്ടോ. പക്ഷെ അതൊരു നല്ല തീരുമാനമായിരിക്കും ടണല് വരുന്നത്. അതെ, അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും മാറും, അപകടങ്ങൾ കുറയും. നമ്മൾ എന്ത് ഫ്രീ ആയിട്ട് ഈ മല അപ്പുറം എത്താം. താഴേക്ക് നോക്കിയാ എന്നാ വലിയ കൊക്കയാണ്. ഇവിടുന്ന് ഇപ്പം മോളിൽ നിന്ന് നോക്കണായിരുന്നു. എന്നാ ഏറ്റവും ഏറ്റവും ടോപ്പിൽ നമ്മളെ തുടങ്ങിയെടുത്ത്. ചുരം എന്നൊക്കെ പറയുമ്പോ നല്ല രസമാ. ചുരത്തിൽ കൂടെ യാത്ര ചെയ്യാനും നല്ല രസമാണ്. ഓടിയിലും പാടൊന്നുമില്ല, പതുക്കെ പോന്നാ മതി. നല്ലപോലെ ശ്രദ്ധിച്ച്. അതെ, വലിയ കയറ്റം കയറി വരാൻ എളുപ്പം. അല്ല, ഇറക്കം ഇറങ്ങുമ്പോഴാണ് വലിയ കയറി കൊടുത്ത് എഞ്ചിൻ ബ്രേക്ക് ഒക്കെ ഇട്ട് പതുക്കെ ഇരുന്നാ മതി. മൈസൂർ പോകാൻ വേണ്ടിട്ട്. കൊരങ്ങന്മാരുണ്ട് ഇഷ്ടം പോലെ. നോക്കി അതെ, നിത്യത്തൊഴിൽ അഭ്യാസം. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും കഴുകുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു. അവിടെ ഒരു ചെറിയ അരുവി പോലെ ഉണ്ടല്ലോ, ചിലപ്പോ നിർത്തും. അതാ വളവല്ലേ അത്. ഇതേപോലത്തെ ഘാട്ടല്ലേ നമ്മളാ മറ്റേ വഴിക്ക് കയറി വന്നപ്പോ ഷാൻപൂരിൽ നിന്ന് കയറി വന്ന ഘാട്ടിന്റെ പേരിന് ഷാപ്പൂരിന്ന്. മഹീന്ദ്രയുടെ ഒരു വണ്ടിയുടെ പേരിനെ മറ്റേ മാർഷൽ എന്നല്ല, അതിന്റെ മാൽഷജ് ഘാട്ട്. ഞാൻ ഓർത്ത് വെക്കാൻ വേണ്ടി മാർഷലിന്റെ പേരാ ഓർത്ത് വെച്ചു. അതെ, മാർഷൽ എന്ന് ഓർത്താ മതി, എളുപ്പമുണ്ട്. അല്ല, അവിടെ ചുരത്തിലെല്ലാം മറ്റേ ഇതുണ്ട് പാർക്കിങ്. മറ്റേ കാറുകളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അതൊന്നല്ല, പക്ഷെ വീതി കുറവാകും ഇതിലും. ഇത്രയും പറയും വീതി ഇല്ല ഇത് പറഞ്ഞ. പക്ഷെ വണ്ടികൾ അധികം ഇല്ല അന്നേരം. അതെ, അവിടെ അപ്പുറത്തെ വളവിൻ്റെ അവിടുത്തെ താഴേന്ന് വണ്ടി കയറി വരികയൊക്കെ ചെയ്യുമ്പോഴേ ഇവിടുന്ന് ഇരുന്ന് നിർത്തി കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. അവിടെ ഇച്ചിരി വീതി കുറവാന്ന് തോന്നുന്നു. വീതി കുറവൊന്നുമില്ല, വണ്ടി രണ്ട് വണ്ടി പാസ്സാകും, കുഴപ്പമില്ല. മാനന്തവാടി. ഇതാ മറ്റേ ഭയങ്കര വലിയ വളവ് കേട്ടോ. ഒടിഞ്ഞു പോകാനുള്ള വീതിയൊക്കെ ഉണ്ടെന്നേ അത്യാവശ്യം. ലിഫ്റ്റ് താത്ത കൊടുത്തു കേട്ടോ. ഈ വളവിനെ വീതി കുറവാ ഇതിനൊക്കെ. വീതി കുറവാ. ഇവിടുന്ന് വരുന്ന വണ്ടിയൊക്കെ കയറാൻ വേണ്ടിയിട്ടേ നല്ലപോലെ നോക്കി എടുത്തില്ലെങ്കിൽ അവിടെ ഒറ്റ അടിക്ക് തിരിഞ്ഞ് കയറുകയല്ല. ഇതേ ലോഡ് വെച്ചോണ്ട് റിവേഴ്സ് കയറണേലേ ഇച്ചിരി നല്ല പണിയുണ്ട്. അതൊന്നും കുഴപ്പമില്ല, വണ്ടിയല്ലേ കയറും. ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോ കൊക്ക കാണാം കേട്ടോ. ആ വളവിൻ്റെ അവിടെ
ചെറിയ താഴേക്ക് നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ, കാറുകളാണ് കൂടുതൽ. ഈ വളവ് ഈ പറഞ്ഞാലേ നല്ലപോലെ ഇച്ചിരി റൈറ്റ് കയറി ഫുള്ളൊടിയണം കേട്ടോ. ആ ബസ് ഒടിഞ്ഞ് വന്നത് കണ്ടോ? ഈ വളവേ വണ്ടി വെല്ലുവണ്ടി തിരിഞ്ഞ് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ആവുന്നത്. ഇതിപ്പോൾ ലോറി ഇറങ്ങിപ്പോകത്തില്ല, കാറുകളെല്ലാം താഴെ നിന്നുള്ളതും കയറി വരിക. ഞാൻ അത് പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ഡ്രൈവർ പോയി നിൽപ്പുണ്ട്, അവിടെ നിന്നുള്ള കാറ് ബ്ലോക്ക് ചെയ്തിട്ട് വേണം ഈ ലോറി ഇറങ്ങിപ്പോവാൻ. അവിടെ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ എന്താ പറ്റിയ, ഞാൻ അങ്ങോട്ട് വലത്തോട്ട് ചേർന്നിട്ട് ഇറങ്ങട്ടെ, വലത്തേക്ക് ചേർന്നിട്ട്. ഫുള്ളൊടിച്ചോ. ഇപ്പോട്ടൊരു വണ്ടി മറിഞ്ഞാന്ന് തോന്നുന്നു. ഫുള്ളടിച്ചോ. വണ്ടി മറിഞ്ഞാണോ തടി? ഫുള്ളടിച്ചേ. ടയർ പഞ്ചറായ എത്ര വണ്ടി ഇപ്പോൾ ചുരത്തിൽ 3 വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത്. മുകളിൽ നിന്ന് വണ്ടികളൊന്നും വരുന്നില്ല, അവിടെ ബ്ലോക്കായി നിൽക്കുകയെന്ന് തോന്നുന്നു. അതന്നെ ആ തടിവണ്ടി അവിടെ മറിഞ്ഞായിരുന്നു. തടിവണ്ടി പറഞ്ഞ നമ്മുടെ ഒരു കൂട്ടുകാരനാണ് ലോഡ് കയറ്റുന്നത്. ആണോ? ലോഡ് പറഞ്ഞാൽ അവന്റെ വണ്ടിക്ക് അത് ബൈക്കത്തിനുള്ള ലോഡാ. മൊത്തം വളവുകളേ ഉള്ളല്ലോ. വളവെന്ന് പറഞ്ഞാൽ നല്ല വളവുകളാ, വീതി കുറവ്. ഈ വളവൊക്കെ നല്ല വീതിയുണ്ട്, കുഴപ്പമില്ല. മുകളിലത്തെ 3-4 വളവുകളാണ് വീതി കുറവുള്ള. ഈ വളമൊക്കെ നല്ല വീതിയുണ്ട്, കാറുകാർക്കൊക്കെ വന്ന് അവിടെ നിർത്താനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഫുള്ളടിച്ചോ. ഇടുങ്ങിയ വളമൊക്കെ മുകളിലായിരുന്നു, താഴോട്ട് അത്ര പ്രശ്നമില്ല. തുഷാരഗിരിക്ക് ഇതിൽ 5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ലെഫ്റ്റിലേക്ക്. കോഴിക്കോട് 47 കിലോമീറ്റർ. തുഷാരഗിരി എക്കോ ടൂറിസം സെൻറ്റർ 5 കിലോമീറ്റർ. ഇല്ല, വഴി വലിയ കുഴപ്പമില്ല, നല്ല വെള്ളം കിടക്കുന്നത്. കുറച്ചൊക്കെ ചെറിയ മുന്നോട്ട് പോയിട്ട് ഫുള്ളടിച്ചോ. കട്ടർ അല്ല എന്റെ ഗ്യാസ് ഇങ്ങനെ ഒന്ന് മധു പോലെ വണ്ടി വഴി കട്ടറായോണ്ട് അവിടെ. ബാക്കിയെല്ലാം നല്ല വഴിയല്ലേ, 1-2 വളവിനേ ഉള്ളു ഇച്ചിരി മോശം. താജ്മഹലാന്ന് തോന്നുന്നല്ലോ. വേണ്ട, അടിപൊളി ഒരു മസ്ജിദാ. ഏത് മസ്ജിദാണ്? അടിവാരം. ഇപ്പോഴേ അടിവാരത്തുള്ള ആരെയോ നമ്മൾ കണ്ടായിരുന്നല്ലോ. ആരായിരുന്നേ? കഴിഞ്ഞ അവിടെ മൈസൂരിൽ നിന്ന് വന്നപ്പോ പമ്പ് ഡീസൽ അടിച്ചോണ്ടിരുന്നപ്പോ നിന്നാളെ. അപ്പൊ നമ്മള് ചുരമൊക്കെ ഇറങ്ങി താഴെ അടിവാരത്ത് വന്നു. 9 ഹെയർ പിന്നോളവാ നമ്മുടെ വയനാട് ചുരത്തിനുള്ളത്. 9 എണ്ണം അല്ലേ? 9-ല് 2-3 എത്ര എണ്ണം ഇടുങ്ങിയ ഉള്ള എത്ര? 3-4 ഉണ്ടെന്ന് തോന്നല്ലേ വീതി കുറവുള്ളത്. കൈതപ്പൊയിൽ ഇന്നുകൊണ്ട് കോഴിക്കോട് ഇറക്കാൻ പറ്റുമോ? സമയം 10-11 മണിയായി. കോഴിക്കോട് ഇറക്കാം. ഇതാണ് കൊടുവള്ളി, അടുത്ത് കുന്നമംഗലം, കോഴിക്കോട്. ഈ കൊടുവള്ളി കുന്നമംഗലം സൈഡിൽ പണ്ടൊക്കെ ഒരുപാട് ലോറികളുണ്ടായിരുന്നു. 6 വീൽ വണ്ടി ഉണ്ടായിരുന്ന കാലത്തെ കാര്യം ഞാൻ പറയുന്നത്. ഇപ്പം വണ്ടി കുറവാണെന്ന് തോന്നുന്നു, പൊതുവെ അങ്ങനെ അറിയത്തില്ല. അന്നെല്ലാം ഇവിടെ എല്ലാ വീട്ടിലും ലോറി ഉണ്ടായിരുന്നാണ് പറയുന്നത്. അന്ന് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലോറിയുള്ള ഈ കോഴിക്കോട് ജില്ലയിൽ ഈ കൊടുവള്ളി കുന്നമംഗലം സൈഡിലായിരുന്നു. ഒരു കാലത്ത് കോട്ടയത്തും ഇതേപോലെ ഇഷ്ടംപോലെ വണ്ടി ഉണ്ടായിരുന്നില്ല. കോട്ടയത്ത് ഉണ്ടായിരുന്നു, പക്ഷെ അതും അതിൻ്റെയൊക്കെ ഒരു 4 ഇരട്ടി വണ്ടികൾ, 4 ഇരട്ടിയല്ല അതിൽ കൂടുതൽ വണ്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. കോട്ടയത്തും വണ്ടി ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഇഷ്ടം പോലെ. അത് അന്നേരമല്ല, ഈ അന്നൊക്കെ അവിടുന്ന് കൂടുതൽ ഈ പാക്കിംഗ് കേസ്, അതായത് റബ്ബറിൻ്റെ പലക ലോഡുണ്ടായിരുന്നു. പൂനെയും ബോംബെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ലോഡുകൾ. പിന്നെ റബ്ബർ ഉണ്ടായിരുന്ന സമയത്ത് റബ്ബറിൻ്റെ ലോഡുണ്ടായിരുന്നു. അത് റബ്ബർ ഷീറ്റ്, അരച്ച റബ്ബർ, അങ്ങനെ പിന്നെ റബ്ബർ കൊണ്ടുള്ള പ്രൊഡക്ട്സുകൾ, അങ്ങനെ ഒരുപാട് ലോഡുകൾ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. കൊടുവള്ളി ബസ് സ്റ്റാൻഡ് പഴയ ഉണ്ടായിരുന്നതിൽ ഇപ്പൊ ഫീൽഡ് ഒത്തിരി പേര് കിട്ടല്ലേ? ഒരുപാട് പേര് കിട്ടും. ലെഫ്റ്റിലേക്ക് മുക്കം. എന്നെ സ്വന്തം വഴി എന്നുള്ള സിനിമ വന്നവിടെ മുക്കം ഫേമസ് ആയി. ഈ തൊട്ടപ്പുറേ ഇത് പതിമംഗലം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതിനപ്പുറേ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ആ വർക്ക്ഷോപ്പിൽ 1-2 വണ്ടി കിടപ്പുണ്ടായിരുന്നു. അതിലൊരു വണ്ടി നമ്മൾ കൊടുത്ത വണ്ടിയാണ് കേൽഫ് AK 26 നീല കളർ അടിച്ച് നശിപ്പിച്ചു. 2014 വണ്ടിയായിരുന്നു. ആ വണ്ടിയും കൊണ്ട് ആദ്യം ഞാൻ കാശ്മീർ പോകുന്നത്.
ഫസ്റ്റ് കാശ്മീർ ആ വണ്ടിയിലാണ് പോയത്. അതിനാണല്ലോ ഇതിന് തുടക്കം വെച്ചത്. അതെ, അത് കണ്ടാച്ചാണ് ഇതിന് തുടക്കം വെച്ചത് അതാണല്ലോ. ആ കാശ്മീർ പോയിട്ട് വന്നപ്പോഴാണ് ഇവിടെ ചിലർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത്. കാശ്മീർ പോകണമെന്ന് പറഞ്ഞു. അതിങ്ങനെ കാശ്മീർ നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ട് ഇങ്ങനെ നമ്മളെ കാണിക്കല്ലേ. പിന്നെ എങ്ങനെയാ അന്നറിയത്തില്ലായിരുന്നു മറ്റേ ഇങ്ങനെ നമ്മൾ കത്തിക്കുന്ന ചെറിയ മറ്റേ തിരിയിലായിരിക്കും ഒന്ന് ആളി പടർന്ന് വന്നില്ല. പിന്നെ രാജ്യത്തിന്റെ ഇപ്പൊ 4 സ്റ്റേറ്റ് അല്ലേ പോകാതുള്ളൂ, ബാക്കി എല്ലായിടത്തും 6 സ്റ്റേറ്റ് പോകാറില്ല. നോർത്ത് ഈസ്റ്റിലെ 6 സംസ്ഥാനങ്ങളെ പോകാത്തുള്ളൂ, ബാക്കി എല്ലായിടത്തും പോയി, നേപ്പാൾ ഉൾപ്പെടെ. കാശ്മീരിൽ നിന്ന് തുടങ്ങി. അതെ അതെ. ഞാനന്ന് ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ അടുക്കള നിന്നപ്പം ഞാൻ ചുമ്മാ പറഞ്ഞ നീ ലോറി ഓടിച്ചു വന്നപ്പോ ഇത് നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ്. അപ്പം ചുമ്മാ ഒന്ന് പറഞ്ഞാ അന്നേരം ആണ്ടേ പോയേക്കാന്ന് പറഞ്ഞു. ഒരുങ്ങി കെട്ടി ഇറങ്ങുമെന്ന് വിചാരിച്ചില്ല. 12 വീല് നമുക്കില്ല. സിംഗിൾ വണ്ടി കഴിഞ്ഞ ആഴ്ച 10 വീല് വണ്ടിയാണ് എടുത്തത്. അതാ വണ്ടിയാ, ഭാരത് ആദ്യം എടുത്ത വണ്ടിയാ അത്. നിങ്ങളന്ന് ഫസ്റ്റ് ട്രിപ്പ് പോയപ്പോ മുഗൾ റോഡ് വഴിയായിരുന്നു പോയത്? മുഗൾ റോഡ് വഴിയൊന്നും അല്ല പോയെ. അന്ന് ഇത്രയും ടണലുകളൊന്നും ആയിട്ടില്ല. ഇവിടുന്ന് ജമ്മുവിൽ നിന്ന് അങ്ങ് കയറിയിട്ട് അങ്ങനെ കുറച്ച് ഒരു 1-2 ചെറിയ ടണൽ മാത്രമേ ആയിട്ടുള്ളായിരുന്നു. അതും ആയിട്ടില്ല കേട്ടോ, ആ ചെറിയ ടണലും ആയിട്ടില്ല. മല കയറി ഇറങ്ങി തന്നെയാണ്. അതുകൊണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു അവിടെ എല്ലാം കാണാൻ. ഇപ്പൊ നമ്മൾ പോയാലല്ലേ ടണലായി പോയില്ലേ. അതെ, അന്ന് കാണിച്ച ഫോട്ടോയും വീഡിയോ ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. താഴേക്ക് നോക്കുമ്പോ താഴെ നദി ഒഴുകുന്ന ഒത്തിരി താഴെ. അന്ന് അതായത് ഞങ്ങള് ഒരു ദിവസം രാവിലെ അവിടെ ചെന്നിട്ട് 1-2 ദിവസം കൊണ്ടാണ് അവിടെ ചെന്നേ. പൈനാപ്പിൾ കൊണ്ടാ പോയത് എന്ന് പറഞ്ഞാൽ ജമ്മുവിൽ നിന്ന് ശ്രീനഗർ ചെല്ലാൻ 2-ാം ദിവസം 3-ാം ദിവസം എന്നുവെച്ചാൽ ഒരു മല കയറി ഇറങ്ങി അടുത്ത കയറി ഇറങ്ങി ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഭയങ്കര പ്രകൃതി ഭംഗിയായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. ഇപ്പം നമ്മൾ കുന്നമംഗലം എത്തി. ഇത് ഇവിടെയൊക്കെ പണ്ട് ഒരുപാട് ലോറികൾ ഉണ്ടായിരുന്നു കുന്നമംഗലത്തൊക്കെ. മലബാർ സ്ഥലം അന്ന് പുതിയ വണ്ടിയാണല്ലോ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന വണ്ടികളെല്ലാം ടാറ്റ വണ്ടികളായിരുന്നു, 6 വീൽ വണ്ടികൾ കൂടുതലും. അത് നമ്മൾ കേൾപ്പാനും ഏത് വണ്ടി കണ്ടു ചോദിച്ചാലും ഒന്നെങ്കിൽ കൊടുവള്ളി ഇല്ല കുന്നമംഗലം ഇവിടെയുള്ള വണ്ടികളായിരുന്നു. വഴിയിൽ അന്നൊക്കെ ഞാനൊരു പറയുന്ന ഒരു 98-2000 ആ ഒരു സമയത്തൊക്കെ കാര്യമാണ് പറഞ്ഞത്. അന്ന് കാശ്മീർ പോയ ഞാനും സലിച്ചേട്ടനും കൂടെ പോയെ. സലിച്ചേട്ടൻ ചിങ്ങവനം. നിങ്ങൾ പോകുന്നത് നല്ല തണുപ്പുള്ള സമയത്തായിരുന്നു, നല്ല തണുപ്പായിരുന്നു. എന്നിട്ട് രാവിലെ പടുത കഴിക്കാൻ കയറിയിട്ട് സലിച്ചേട്ടന് ചെറിയ തലയിറക്കമൊക്കെ ഉണ്ടായി. എന്നിട്ട് ഈ തണുപ്പ് കാരണം സഹിക്കാൻ പറ്റില്ല. അല്ലല്ലോ, കുറച്ച് വണ്ടിക്കകത്ത് കയറിയിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മാറി. അന്ന് പോയപ്പോഴേ ചുമ്മാ പുതപ്പും കൊണ്ടല്ലേ പോയ, സെറ്റർ ഒന്നും കൊണ്ടുപോയില്ലോ. ഒന്നും ഇല്ലാതെ പോയി. ഇത് അറിയത്തില്ലല്ലോ ഇത്രയും തണുപ്പാണെന്നല്ലോ. കാശ്മീർ അതെ, നമുക്കിതൊക്കെ വലിയ തണുപ്പാണോ? അല്ലെന്നേ, അന്ന് അത് പോകുമ്പോ ഞാന് അധികം ഈ ഗുജറാത്തൊക്കെ വരെ പോയിട്ടുള്ളൂ, അതിനപ്പുറത്തോട്ട് പോയിട്ടില്ലെന്ന്. അതിന് ഡൽഹി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഡൽഹി പോയിട്ടുണ്ടല്ലോ അതിന് മുമ്പ് ഉണ്ടെന്ന് തോന്നുന്നു, ഓർക്കുന്നില്ല ശരിക്കും. അങ്ങനെ എന്നിട്ട് അങ്ങ് പോവല്ലേ, അങ്ങനെ പോയതാ. അല്ല, ഡൽഹിക്ക് പോയി താജ്മഹലൊക്കെ കണ്ടത് മറന്നുപോയോ? അത് ശരിയാ, അതതിന് മുമ്പാ. ഡൽഹിയും അത് 2004 ശരിയാ. ഡൽഹിയും പിന്നെ UP ഒക്കെ പോയിട്ടുണ്ട്. ശരിയാ. ഇപ്പൊ മെയിൻ ഡ്രൈവർ ഓർമ്മിപ്പിക്കണം. അതെ, പഞ്ചാബിനൊന്നും പോയിട്ടില്ലായിരുന്നു. അവിടെ വരെ പോയിട്ടില്ലായിരുന്നു, പഞ്ചാബ് ഒന്നും പോയിട്ടില്ലായിരുന്നു. മൂഴിക്കൽ, നമ്മുടെ അവിടെ ഒരു മൂഴിക്കലുണ്ട്. കോരത്തോട്. വെള്ളിമാടുകുന്ന് ജുമാ മസ്ജിദ് ആയിരിക്കും നമ്മളിപ്പോ കണ്ടത്. NH-17 ബൈപ്പാസ്. NH-17 പണ്ടായിരുന്നു കേട്ടോ, ഇപ്പൊ NH-66. ഇപ്പൊ ഇതേ നമ്മള് NH-66 വന്ന് കയറുക. കോഴിക്കോട് ബൈപ്പാസ്. അപ്പൊ നമ്മൾ NH-66 കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോയത് അല്ലേ? അല്ല, 66 കയറാതെ ഈ പ്രാവശ്യം നമ്മൾ പോയത്. ഈ ട്രിപ്പ് നമ്മൾ ആദ്യമായിട്ടാണ് NH-66 വന്ന് കയറുന്നത്. നമ്മുടെ വണ്ടി നമ്പർ 66, ഹൈവേയുടെ നമ്പർ 66. വഴി നോക്കി പോണം കേട്ടോ. പോയെ അറപ്പുഴ പാലം ഉണ്ട്, അറപ്പുഴ പാലം. അയ്യോ, ഏതാ വണ്ടിയുടെ പുറകിൽ ഇടിച്ചല്ലേ? അറിഞ്ഞല്ലേ, ഇടിച്ച ആ സൈഡ് ചേർത്ത് ഇടിച്ചങ്ങ് പോയത്. നമ്മള് കോഴിക്കോട് ബൈപ്പാസിൽ കൂടെ പോവുകയാണ് ലോഡ് ഇറക്കാനായിട്ട്. ഫസ്റ്റ് ലോഡ് അല്ലേ? ഫസ്റ്റ് ലോഡോ? ഫസ്റ്റ് ഡെലിവറി കൊടുക്കാൻ. ഇത് കുറച്ച് ഇറക്കാനുള്ളൂ, പക്ഷെ ഇത് അധികം ദൂരം ഒന്നും ഇല്ല, വലിയ ദൂരം ഇല്ല. എനിക്ക് തോന്നുന്നൊരു 6 കിലോമീറ്റർ. പക്കന്തായ ഹിറ്റാച്ചി ട്രെയിൽ ട്രാക്ക് കൊണ്ടുവന്ന് ഇറക്കുന്നു. പുതിയ ഫ്ലൈ ഓവറിന്റെ പണി നടക്കുന്നേ ഉള്ളൂ, ഓപ്പൺ ആയിട്ടില്ല.
ഇവിടെ ആക്കിയാലും വണ്ടിയൊക്കെ അടിയിൽ കയറ്റിയിടാൻ സൗകര്യം ഉണ്ട് കേട്ടോ. ഇത് നല്ല അടിപൊളി വർക്കല്ലേ. ഇത് പാറ ആയതുകൊണ്ടേ ഇടിഞ്ഞു വീഴുമൊന്നും പേടിക്കണ്ട, കട്ട് ചെയ്തങ്ങ് എടുത്താൽ മതി. ഇവിടെ നടത്ത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ വരുന്നുണ്ട്, നമ്മളെ കണ്ടിട്ട് പുറകോട്ട് തിരിഞ്ഞു വരും. അവിടുന്ന് കോട്ടയംകാരിയാണ്, തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോഴേ അവിടെ നമ്മൾ നിർത്തിയായിരുന്നു, അന്നേരം ഹൈവേ പോലീസ് വന്നു അവിടെ വണ്ടി നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പിന്നെ അവിടുന്ന് മുന്നോട്ട് എടുത്തു പോന്നു. ഇത് മാമ്പുഴ പാലം. അപ്പോൾ ഈ അടുത്ത അറപ്പുഴ പാലം കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലോഡ് ഇറക്കാൻ പോകേണ്ട സ്ഥലത്തേക്ക് തിരിയാൻ. ഇവിടെയൊക്കെ ആമ്പലുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കാണാമോ നിനക്ക്? കണ്ണാടിയൊക്കെ വെച്ച് ആണോ? നല്ല ഇതേ അറപ്പുഴ പാലം. അപ്പോൾ ഈ പാലം കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് ചെന്നിട്ട് നമുക്ക് ലെഫ്റ്റിലേക്ക് 1 കിലോമീറ്റർ കയറി പോകണം ലോഡ് ഇറക്കുന്ന സ്ഥലത്തേക്ക്. എന്നാ രസമല്ലേ, നടുക്കൊരു തുരുത്ത്. ചാലിയാർ പുഴയാണിത്. ജലജീലന്റെ പ്രചോദനം ഇതാണ്. ഞാൻ ഇടയ്ക്ക് വീഡിയോയ്ക്കകത്ത് ഒരു പ്രാവശ്യം പറഞ്ഞില്ലായിരുന്നോ, 18 വർഷം അല്ലേ ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കാതിരുന്ന ആളാന്നുണ്ട്. കോഴിക്കോടിന് കോട്ടയത്ത് നിന്ന് വണ്ടി ഓടിച്ചോണ്ട് വന്നേക്കുന്നത്. ഇപ്പം കോഴിക്കോട് കോട്ടയത്തോട്ടല്ല, അല്ല കോട്ടയത്ത് നിന്ന് കോഴിക്കോട് വെള്ളിപ്പാട് മുതൽ ഫോളോ ചെയ്യുക ആണോ? അന്നേരം വിളിച്ചു വന്നേക്കല്, വണ്ടി കണ്ട ഉടനെ വിളിച്ചു തന്നു. എന്തൊരു സന്തോഷം. ഇന്നെ പരിപാടി ഇവിടെ മോന്റെ അടുത്ത് വന്നാ കോളേജിൽ വന്നാ. ആണോ? വെള്ളിപ്പാട് കോളേജിൽ പഠിക്കുന്നത്. അപ്പൊ അവന്റെ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മച്ചിയുണ്ടോ? അമ്മച്ചിയുണ്ട്, മോളുണ്ട്. അവരെല്ലാരും കാണുന്നതാണ്, അമ്മച്ചി കാണുന്നതാണ്. അമ്മച്ചിയോട് ഇറങ്ങണ്ട, അവിടെ ഇരുന്ന് ഞാൻ അങ്ങോട്ട് വരാന്ന് പറ. എന്തൊരു സന്തോഷം. എന്നാണ് വിശേഷം? ഈ വണ്ടിയാ നമ്മുടെ പ്രചോദനം. ഓടിച്ചിങ്ങ് വന്ന് ഞാൻ. കൊള്ളാം. ഇതിപ്പോ എന്നാ വേണം ഇനി? സന്തോഷം. നിങ്ങളുടെ പുറകെ. അതെ, ഞങ്ങളുടെ പുറകെ കുറെ നേരമായി പോരാൻ തുടങ്ങിയിട്ടല്ലേ. മോളെ എന്നാണ്ട്? അറിയാവുന്ന സ്ഥലമല്ല. ആകാശമുണ്ട്, അതെ വണ്ടിയെല്ലുണ്ട്. ആകാശം ചേട്ടനില്ല ഇവിടെ? അപ്പൊ അവിടെ ഇല്ല. ചേച്ചി ഡിഫൻസിലാ വർക്ക് ചെയ്യുന്നത്. പിന്നെ വേറെന്നാണ്ട്? സുഖമായിട്ടിരിക്കുന്നത്. ചോറുണ്ടോ നിങ്ങള്? ഇല്ല, ഞങ്ങളിപ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, ദോശക്കടയിൽ നിന്ന്. ആണോ? നിങ്ങൾ കഴിച്ചോ? ഞങ്ങളില്ല, ചോറിനുണ്ടോ? ലോഡിന്റെ അവിടെ ചെന്നിട്ട് ഇപ്പൊ ഇറക്കണം എന്ന് പറഞ്ഞേ, അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ. ലോഡ് ഇറക്കണം. ഇതിന്റെ കുറച്ചപ്പുറത്ത്. ഏക്കാലും കണ്ടതിൽ സന്തോഷം. വന്ന് കണ്ടപ്പോഴേ വിളിച്ചല്ലോ. കുഴപ്പമില്ലായിരുന്നു. മലയാളി ഞങ്ങളെ കാണുന്നില്ല. എപ്പോഴും വണ്ടി കാണുമ്പോ നോക്കൂ, ഇപ്പൊ വണ്ടി കണ്ട നമുക്ക് അറിയാലോ. വേറെ മോള് വന്നില്ല, അവര് ക്ലാസ് ഉണ്ടല്ലോ, അപ്പൊ അവധിക്കേ വരത്തുള്ളൂ. ഞങ്ങളിപ്പോ നാസിക്കിൽ. അല്ല, ചേട്ടായുണ്ട്, ആകാശുണ്ട്. കോമഡിയല്ലേ? ഇനിയിപ്പോ ഏറ്റുമാൻ്റെ വരുമ്പോ കാണാം. അതെ, അന്നിട്ട് ലോറിയെ കയറാം, ഗ്യാരേജിൽ വന്ന് ലോറിയെ കയറാം. സൂര്യോടൊക്കെ അന്വേഷണം പറഞ്ഞേക്കാം. എന്നോടാ കണ്ണാടി മാറ്റി വെച്ചേ. ഇനിയിപ്പോ ചെറിയ വഴിയായി കണ്ണാടി വെച്ചോണ്ട് മുന്നോട്ട് ചെന്നിട്ട് തിരിയണം കേട്ടോ. തിരിയുന്ന വഴി നോക്കി പോക്കോണം. നീ താമരശ്ശേരി ചുരം ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോഴേ പാറ്റ് വിളിച്ചപ്പോ എന്നാ പറഞ്ഞു? ഞാനത് പിന്നെ ചോദിക്കാൻ മറന്നുപോയി. എന്നോട് ചോദിച്ചു ചേട്ടാ, ഒരു മിനിറ്റ് ഞാൻ മെയിൻ ഡ്രൈവറോടൊന്ന് ചോദിക്കട്ടെ. മെയിൻ ഡ്രൈവർ പറയുന്നതിന്റെ അപ്പുറം ഇല്ല. ചോദിച്ചിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞു. പാടില്ല. അപ്പോൾ നമ്മൾ നാസിക്കിൽ നിന്ന് കൊണ്ടുവന്ന ലോഡ് ഇവിടെ കോഴിക്കോട് കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഡെലിവറി. അപ്പം ബാക്കി നമുക്ക് എറണാകുളത്ത് ഇറക്കേണ്ടത്. കുറച്ച് ഇറക്കാനുള്ളൂ, കൂടുതലും എറണാകുളത്താണ്. ഇത് ദാമോദരൻ ചേട്ടന് നമ്മുടെ ചേർത്തലയുള്ള ആളാണ്. പക്ഷേ ചേട്ടൻ 40 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. 40 വർഷമായി. അപ്പം എല്ലാവരും ഫാമിലി എല്ലാം ഇവിടെ തന്നെ. നല്ല കോട്ടയത്തിനും വരാറില്ല? ചിങ്ങാനത്താറുള്ള ഇത് ചേട്ടൻ്റെ സ്വന്തം വണ്ടി കേട്ടോ, വട്ടക്കാടൻ. അപ്പോൾ നമ്മുടെ ലോഡ് ഇറക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നു. അപ്പം ലോഡ് ഇറക്കുമ്പോഴത്തേക്ക് നമുക്ക് ഊണൂടെ കഴിക്കാം. ആവശ്യം തന്നെ വേണ്ടേ? എന്നാ മീന വേണ്ട? മീൻ വേണ്ട. അപ്പം ഈ പീസ് മീൻ നോക്കട്ടെ. ഇന്ന് വാഴയിലേക്കകത്താണ് നമ്മൾ ഊണ് കഴിക്കുന്നത്. പച്ചക്കറി
സാമ്പാറല്ലേ, പച്ചക്കറി ചാറെന്നല്ലേ പറഞ്ഞത്? മീൻചാറ്, മീൻചാറ്, പച്ചടി, തോരൻ, മീൻ വറുത്തത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ്. അപ്പോൾ ഞങ്ങൾ ലോഡ് ഇറക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ചപ്പുറം വീടല്ലേ? എന്നാ പരിപാടിയൊക്കെ? ഞങ്ങൾ ഇതിൽ ഡ്രൈവിംഗ് സ്കൂളും ഉണ്ട്, ടൂറിസ്റ്റ് ബസ് ഉണ്ട്. ഞങ്ങൾ കാറിന്റെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഡ്രൈവർ രണ്ടാളുണ്ട്, 2 ഡ്രൈവർമാരാണ്. അപ്പോൾ 2 ഡ്രൈവർമാരും ഒരുമിച്ച് കാണലും ഒക്കെ വണ്ടിയിൽ നിന്നിട്ട് തന്നെ കാണല്. അതെ, ഡ്രൈവിംഗ് സ്കൂളിലെ ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടി, അത് ഞങ്ങളെ ബസ്. പേരെന്താ? പുളിക്കൽ. അല്ല, നമ്മുടെ പേര് എന്റെ പേരാ അഞ്ചൽ. 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 ഇന്ന് ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു അപ്പം? ഇല്ല, ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര ഓട്ടത്തിന്, ഇപ്പം വയനാട്ടിൽ ദുരന്തം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ടൈറ്റ് ആവും. ഭയങ്കര ഓട്ടത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിൽക്കുക. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ പണിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ ഡ്രൈവിംഗ് സ്കൂളിലും പോകലുണ്ട്, രണ്ടിലും കൂടിയാണ്. ലോഡൊക്കെ കഴിഞ്ഞു, ഇപ്പം ഞങ്ങൾ താമസിക്കാൻ പോവാം. ശരി എന്നാൽ. അപ്പം നമുക്ക് ഇവിടെ ഇറക്കാനുള്ള ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞു. അപ്പം ചേട്ടായി ആകാശം കൂടെ വീണ്ടും പടുതായൊക്കെ ആയിട്ട് കെട്ടിക്കൊണ്ടിരിക്കുക. ഹെൽപ്പ് ചെയ്യാനുള്ളതായിട്ട് ഇവിടെ ഒരു ചേട്ടനും കൂടെ കൂടിയിട്ടുണ്ട്. പകുതി ലോഡ് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ആ ലോഡിൻ്റെ ഭംഗി അങ്ങ് പോയി. അത് തന്നെയല്ല, ഈ പകുതി ലോഡ് ഇറക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് കയറുകെട്ടൊക്കെ ഇച്ചിരി പാടാം. ആകാശ് ബ്രോയ്ക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി പരിചയമുള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലേ? അതെ, വായുവില. അതെ, ചേട്ടൻ നമ്മുടെ ഫാമിലി മെമ്പർ ആയിരുന്നു കേട്ടോ. ചേട്ടൻ്റെ പേര് രാമചന്ദ്രൻ. അതെ, ഓക്കെ. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിലെ ഷഹാപൂരിൽ നിന്ന് കൊണ്ടുവന്ന ലോഡിലെ ഫസ്റ്റ് ഡെലിവറി നമ്മളിവിടെ കോഴിക്കോട് ഇറക്കി കഴിഞ്ഞു. അപ്പോൾ അടുത്തായൊക്കെ ഇട്ട് വീണ്ടും കയറൊക്കെ ഇട്ട് കേട്ട് റെഡിയായി. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എറണാകുളമാണ്. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ്. പുറകിൽ നിന്ന് കുറച്ച് ലോഡാണ് ഇറക്കിയത്, അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഒരു രക്ഷയില്ല. ഫ്രണ്ട് ഭയങ്കര കട്ടിയും കുലുക്കോ ഭയങ്കര. ഫ്രണ്ട് കുത്തി നിൽക്കുക വണ്ടിയുടെ മുഞ്ഞി കുത്തി നിൽക്കുകയെന്ന് അറിയല്ലേ? അതെ, ഏകദേശം ഇനി ഒരു 13 ടണ്ണേ ഉള്ളൂ വണ്ടിക്കകത്ത്. 13 ടൺ എന്ന് പറയുന്ന ലെവലായിരുന്നെങ്കിൽ നല്ലായിരുന്നു. ഇതേ മറ്റേ പാലത്തിനുള്ള ഭീമ, ചെയ്സ ഭീമ തന്നെയാ ചെയ്സ്. അപ്പോഴേ മഴ പെയ്താൽ ഇനി ആ പടുത ഡോറ് തുറന്ന് വെളിയിലേക്ക് ഇടേണ്ടി വരും, ഇല്ലെങ്കിൽ നനയും. അപ്പം മഴ പെയ്യാൻ തുടങ്ങിയാൽ എവിടെ പെയ്താലും അന്നേരം സൈഡ് ഒതുക്കി നിർത്തുക. നമ്മളിപ്പോൾ ലോഡറൊക്കെ എടുത്ത് നമ്മുടെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സിനെ കണ്ടായിരുന്നു. കാര്യം ചെറിയൊരു പോക്കറ്റ് റോഡിലായതുകൊണ്ട് നമ്മൾ ലോഡൊക്കെ ഇറക്കിയത്. പക്ഷേ ഒത്തിരി പേര് വന്നായിരുന്നു കേട്ടോ. അത് നമ്മൾ വീഡിയോ എടുത്തില്ല, നമ്മൾ ചോറൊക്കെ ഉണ്ടാകാൻ പോവുകയൊക്കെ ചെയ്ത്. പിന്നെ ചിലർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. അടുത്ത ലോഡ് അടുത്ത കയറ്റി നിർത്തിയേക്കുന്നുണ്ടോ? അതാ ആ ക്രെയിനാണ് ഇത് എടുത്ത് വെച്ചേക്കുന്നത്. ചെറിയൊരു ക്രെയിനാണ് കേട്ടോ. പിന്നെ വെയിറ്റ് ഉള്ള സാധനം അല്ലേ? കോഴിക്കോട് പാലക്കാട് റൂട്ടാ താഴെ കൂടെ പോകുന്നത്. ഇനിയിപ്പം മൊത്തം വഴിപണികൾ നടക്കുകയാണ്. ഇങ്ങനെ തിരിച്ചു വിടും, പിന്നെ കുറച്ച് ഭാഗം പണി തീർന്ന വഴിയേ പോവും, പിന്നെ ഇതുപോലെ സർവീസ് റോഡിൽ കൂടെ പോവും. അങ്ങനെ തന്നെ പോകണം ഇനി അങ്ങ് വരെ. ആ സൈഡ് വണ്ടികളൊക്കെ പോകുന്നുണ്ട്, എന്നാ പൊക്കത്തിൽ കൂടെ പോകുന്നു. നമ്മളതാന്നല്ലേ താഴെ കൂടെ പണി നടക്കുന്നു, പതുക്കെ പോവാ എഴുതി വെച്ചിട്ടുണ്ട്. ഇതേ കാര്യം ഇനിയിപ്പം ഒരു 10-13 ടണ്ണേ വണ്ടിയെ കാണുള്ളൂ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഫ്രണ്ട് വെയിറ്റ് ആയതുകൊണ്ടുണ്ടല്ലോ വണ്ടി വലിക്കല. ഇവിടെയൊക്കെ അതെ ഭയങ്കര പണ്ടത്തെ വഴി ഇതാ, എന്നാ പൊക്കത്തിൽ കൂടെ പോകുന്നത്. ഇത് നമ്മുടെ പുതിയ വഴി കണ്ടോ, താഴെ കൂടെ പോകുന്നത്, കയറ്റം കുറച്ച്. നമ്മളിപ്പോ നല്ല പൊക്കത്തൂടാ പോകുന്നത് കേട്ടോ, മല കയറി ചെല്ലും. അതെ, ഈ കോഴിക്കോട് തൃശ്ശൂർ റൂട്ടിൽ ഇതുപോലെ ഒരുപാട് കയറ്റങ്ങൾ ഒഴിവാകും, കുറേ ലെവലാവും. പഴയ വഴിയേ ഇത്രയും പൊക്കത്തിലാ പൊക്കോണ്ടിരുന്നേ. ഇങ്ങനെ കയറി വന്നിട്ട് ഇപ്പം അതുണ്ടോ, അത്രയും മണ്ണെടുത്ത് മാറ്റി അത്രയും താഴെ കൂടെ ഇനി പുതിയ വഴി വരുന്നത്. അപ്പോൾ അതനുസരിച്ച് കയറ്റം കുറയും. പണി തീരുന്നിടം വരെ വലിയ ദുരിതമാണ്. ഇങ്ങോട്ടുള്ള ലൈൻ അതിലെ ഓപ്പണാന്ന് തോന്നുന്നത്, അതിലെ താഴെ കൂടെ വണ്ടി വരുന്നുണ്ട്. അങ്ങോട്ടുള്ള പോകുന്നില്ല. നമ്മളെന്ത് പൊക്കത്തോടാ പോകുന്നല്ലേ? അതെ, ഇങ്ങോട്ടുള്ള ലൈൻ അവിടെ ഓപ്പൺ ആയി കേട്ടോ. ഉണ്ടോ, ബസ്സൊക്കെ വരുന്നുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് താഴെ കൂടെ അങ്ങോട്ട്. അതെ, അങ്ങോട്ടല്ല ഇങ്ങോട്ട് വരാം. തിരിച്ചു പോകുമ്പോ അങ്ങോട്ടുള്ള ഓപ്പൺ ആയിട്ടില്ല. കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയാ, പക്ഷെ ഇവിടെ ഒന്നുമേ പുതിയ വഴി വന്നുകൊണ്ട് കണ്ടാ അറിയത്തില്ലാത്ത പോലെ മാറിപ്പോയി. കാലിക്കട്ട് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ. പിള്ളേരും എല്ലാം വരുന്നിടത്ത് ഈ വഴിപണി തീർന്നു കഴിയുമ്പോൾ ഇതിലേ വന്നാൽ നമ്മൾ ഒരു സ്ഥലം പോലും കണ്ടാലറിയത്തില്ല. പഴയ പോലെ ഇത്ര വീതിക്കല്ലേ എടുക്കുന്നത്. ഈ വഴി ഇവിടെ ഭയങ്കര ഇറക്കമായിരുന്നു, ആ ഇറക്കമില്ലാതെ മുകളിൽ കൂടെ വഴി വന്നു. കുളപ്പുറ പഴയ വഴി കണ്ടോ, അത് അതിലേ പുതിയ വഴി ഇത് ഇത്ര എന്താന്ന് പറഞ്ഞു. ഈ എയർപോർട്ട് ഇരിക്കുന്നത് മലപ്പുറം ജില്ല എന്നാ കരിപ്പൂര്. നമ്മുടെ ഭാഗത്തും ഞാറൊക്കെ നട്ടക്കും. കാര്യം കോഴിക്കോട് നിന്ന് എറണാകുളത്തിന് വലിയ ദൂരമൊന്നുമില്ല, പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു സമയമാവും. വിളമ്പത്തൂടാ പോകുന്നത് കേട്ടോ.
ബസ് സ്റ്റോപ്പും എല്ലാം സർവീസ് റോഡിൽ തന്നെ ആയതുകൊണ്ട് എന്ത് പാടല്ലേ. സർവീസ് റോഡ് ആകെപ്പാടെ ഒരു വണ്ടി പോകാനുള്ള വീതിയേ ഉള്ളൂ. മഴ നമ്മളെ ചതിച്ചാശാനെ. മഴ പെയ്യാത്തോണ്ട് വല്ല കുഴപ്പമുണ്ടോ? അതെ, അതല്ല താഴെ ഇറങ്ങി ഒന്ന് കുളിച്ചേച്ച് വന്നതേ ഉള്ളായിരുന്നു. വീണ്ടും അതിന്റെ മണ്ടക്കേറ്റി താത്തിടേണ്ട കാര്യമില്ലായിരുന്നു. ഇവിടെ ഒരു ടോള് വരാൻ സാധ്യത ഉണ്ടല്ലോ. ഇവിടെ ടോളൊന്നുമില്ല, അതിനുള്ള വീതിയില്ല. വഴിപണിയൊക്കെ ഏകദേശം തീരാറായിരുന്നു കുറെ ഭാഗങ്ങൾ. വാട്ടർ ടാങ്ക് ഇല്ലേ അത്? വാട്ടർ ടാങ്ക് ആണെന്ന് തോന്നുന്നു. റാപ്പിഡ് ഞാൻ വായിച്ചില്ല, മൊത്തം കണ്ടില്ല. ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കിയില്ലായിരുന്നു. നീ മുഴുവൻ വായിക്കണ്ടേ? അങ്ങോട്ട് നോക്കണ്ട, താഴോട്ട് നോക്കണ്ട, ആ കുഴിയാന്ന്. നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടും താഴെ ഇരിക്കും. ഭയങ്കര കുഴിയാ ഇവിടെ, കണ്ടോ? അണ്ടമാനം അത്രയും കയറ്റം കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. പുതിയ വഴി അത്രയും താഴെ കൂടെ പോകുന്നത്. ഈകാരാന്റി പോകുന്ന പോലെ ഉണ്ടല്ലേ. അല്ല, ഈ വഴിപണി തീരുമ്പോഴേ ഇത് ലോറിക്കാർക്ക് ഏറ്റവും സഹായമാകുന്നതെന്ന് പറഞ്ഞാൽ കയറ്റമിറക്കം കുറഞ്ഞ് ഒരുവിധം ലെവൽ റോഡ് കിട്ടും കുറേ ഏരിയ. പിന്നെ കുറേ കയറ്റമിറക്കങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ തൃശ്ശൂർ കോഴിക്കോട് റൂട്ട് കയറ്റമിറക്കം തന്നെയാണല്ലോ കൂടുതൽ. പക്ഷേ ഇവിടം വരെ ഉള്ളു ഏകദേശം കയറ്റം, കുറ്റിപ്പുറം വരെ. പിന്നെ അങ്ങോട്ട് ഈ ഹൈവേയില് അല്ല, അത് നമ്മള് പൊന്നാനി കൂടെ പോയല്ലേ. തൃശ്ശൂർ വഴി പോവാണെങ്കിൽ അവിടെ പിന്നെ ചെറിയ കയറ്റമിറക്കം ഉണ്ടല്ലോ. ഞാൻ തൃശ്ശൂർ കോഴിക്കോട് റോഡിന്റെ കാര്യമല്ലേ പറഞ്ഞത്. ഇത് കണ്ടോ, ഇനിയും വരുന്ന വഴി അതിലേ പോകുന്നത്. അപ്പം നമ്മൾ പഴയ വഴി ഇതല്ലേ കിടക്കുന്നത്, അതൊക്കെ മാറി. അതാ ഒരുപാട് ഈ വഴിപണി തീരുമ്പോൾ നല്ല സുഖമാവും. വഴി തിരിച്ചറിയത്തില്ലെന്ന് തോന്നുന്നു. സ്ഥലങ്ങളിൽ അറിയത്തില്ലാതെ പോകും. ഇനി വരുമ്പോ നമുക്ക് ഇതിന്റെ മോളിൽ കൂടെ പോകാം കേട്ടോ. ഹൈവേ 2 ലൈൻ മോളിൽ കൂടെ പോകുന്നത്. അപ്രോച്ച് റോഡിന്റെ വഴി കൂടെ തീരാണ്. അല്ലെന്നേ, അത് എലിവേറ്റഡ് ഹൈവേ ആണ്. അതിനെന്തിനാ സർവീസ് റോഡ്? അതിന് സർവീസ് റോഡ് ഇല്ലല്ലോ. എടരിക്കോട് മഹല്ല് ജുമാ മസ്ജിദ്. എടരിക്കോട്. ഇവിടുന്ന് വലത്തേക്ക് പോയാൽ തിരൂര്. നമ്മളെ കുറെ ദിവസമായിട്ട് ഗ്രാമങ്ങളിൽ കൂടെ അല്ലേ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ടൗണിൽ കൂടെ തന്നെ നമ്മൾ പോകുന്നത്. കേരളത്തിൽ കയറിയ പിന്നെ എല്ലായിടും ടൗണല്ലേ. വയനാട് പകുതി വരെ ഗ്രാമങ്ങളിൽ കൂടെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അല്ലേ. അതല്ല ഞാൻ പറഞ്ഞു, ഇടുക്കിയും വയനാട് നമ്മൾ കേരളത്തിൽ ട്രാഫിക് ഇല്ലാതെ ഓടിക്കാൻ പറ്റുന്ന രണ്ട് ജില്ലകളേ ഉള്ളൂ. ടൗണുകളുടെയൊക്കെ ഭംഗി നമ്മൾ കുറച്ച് നേരം ആസ്വദിച്ച് കഴിയുമ്പോൾ മടുക്കും. പക്ഷെ ഗ്രാമഭംഗിയാണ് എന്തോ ഒരു നേരമായാലും ഒരു മടുപ്പുമില്ലല്ലോ. ഗ്രാമത്തിലൊക്കെ 1-2 ദിവസമൊക്കെ പോയി താമസിക്കാം. ടൗണിൽ താമസിച്ച് നമുക്കൊക്കെ 3-ാം ദിവസം ഈ പരിപാടി നടക്കുകയില്ല നമുക്ക്. എന്നാന്നറിയോ, സാധനം മേടിക്കാനൊക്കെ ഒന്ന് ടൗണിൽ പോകണമെങ്കിൽ കണ്ണമാനം പോകണം. നമുക്കെന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ കാലെടുത്ത് മുന്നോട്ട് വെച്ചാൽ എനിക്ക് ടൗണാ. ഞാൻ ടൗണിൽ നടക്കല്ലേ താമസിക്കുന്നത്. ഇവിടെ ഉണ്ട് ഈ കയറ്റത്ത് തന്നെ. ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടി ഇവിടെ ഈ വഴിയിലേക്ക് ക്രോസ് ചെയ്യേണ്ടതുണ്ടോ ഇവിടെ ഈ തിരക്കുണ്ടാകും. ഇവിടുന്ന് വണ്ടി വരുന്നുണ്ട് രണ്ട് സൈഡ്. ഇവിടെ ഒരു ട്രാഫിക് പോലീസിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ ഒരാൾ നിൽക്കണ്ട ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. പോലീസുകാർ നിന്ന് പറയുകയാണെങ്കിൽ പിന്നെ വണ്ടിക്കാർ നിൽക്കും. ഇതിപ്പോൾ ആരും നിൽക്കല്ല, എല്ലാം നേരെ കയറി പോരുമല്ലേ. അതെ, ഇവിടുന്ന് വന്ന ചേട്ടൻ പറഞ്ഞാന്നറിയോ, എടാ ആകാശം നിന്നോട് അവിടെ ഇറങ്ങിപ്പോയിട്ട് ട്രാഫിക് നിയന്ത്രിക്കാനാ പറഞ്ഞേ, അല്ലെങ്കിൽ പോക്കാൻ നടക്കലെന്ന്. വണ്ടിയിൽ ഇരുന്നാൽ പോകാൻ പറ്റത്തില്ല. ഇവിടെ ഇറങ്ങി ഈ സൈഡില് ചേട്ടൻ ഉണ്ട്, ഈ സൈഡില്. അതിനാ പുള്ളിത്തിരയിലേ വന്ന പുള്ളിയാ പറഞ്ഞേ. നമ്മളിങ്ങനെ നിൽക്കുന്ന അതെ, ഇറങ്ങിയിട്ട് താഴെ നിന്ന് ഒരാൾ ബ്ലോക്ക് ചെയ്തിട്ട് പോവാണെങ്കിൽ പോവാ, ഇല്ലേ പോവാൻ കഴിയല്ലെന്ന്. സ്ഥലം അറിയാവോ? ചങ്കുവെട്ടി. നമുക്ക് അതിലേ കയറാനുണ്ടായി, അതിലേ അതിരി ഉണ്ടായി. കൊട്ടക്കൽ. ഇത് അവിടുന്ന് വലത്തേക്ക് ഇവിടുന്നോ? ഇവിടുന്ന് ഇതല്ലേ ചങ്കുവെട്ടി ജംഗ്ഷനായത്. കുറ്റിപ്പുറം, തൃശ്ശൂർ, കൊച്ചി. നല്ല തിരക്കാ വൈകുന്നേര സമയമായുണ്ട്. കാർ പാർക്കിംഗ് ഉണ്ട്. എന്ത് കാറുകളാന്ന് നിർത്താവുന്ന ഒരു ഓട്ടോ ചേട്ടനാ. എവിടെ എങ്ങനെ നിർത്തും? എവിടെ ഇടയില്ല ചേട്ടാ. നോക്കട്ടെ, മുന്നേ നിർത്താം. ഇവിടെ നിർത്തത്തില്ല, മുന്നോട്ട് പോയാൽ നിർത്താൻ പറ്റില്ല കേട്ടോ. ഇടയുള്ളടത്ത് ഇവിടെ എവിടെയെങ്കിലും നിർത്താൻ പറ്റില്ല. മുന്നോട്ട് എവിടെയെങ്കിലും വീതി ഉണ്ടെങ്കിൽ നിർത്താം. പുള്ളി ഓട്ടോയും കൊണ്ട് പറയാ വരാന്നും പറഞ്ഞോണ്ടാ കൈ കൊണ്ട് കാണിച്ചേ. എനിക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകാൻ പറ്റിയല്ല, സാധിക്കുന്നില്ല. അവിടെ ഇല്ല, ആ ലൈനിൽ തന്നെ നിർത്തണ്ടേ. ഇവിടുന്ന് ഇറക്കി നിർത്താൻ പറ്റത്തില്ല. വീതിയോടത്ത് നിർത്താം.
ചായ കുടിക്കാൻ എവിടെ നിർത്തുന്നേ? ഇടയില്ലല്ലോ. ആണോ? എന്റെ പേരെങ്ങനെ? ബാലേന്ദ്രൻ. എന്നാ മുന്നേ പൊക്കോ, ഇടയിലെടുത്ത് നിർത്തിക്കോ. ആ ഓക്കെ. ഇല്ലേ മുന്നല്ല അവിടെ ബൈപ്പാസ് ഞങ്ങളുടെ ഇടയുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ പുറകെ പൊക്കും. ഓട്ടോയുടെ നമ്പരൊക്കെ നോക്കിയായിരുന്നോ ആകാശ് ബ്രോ? നമ്പരൊന്നും നോക്കിയില്ല. ആ പുള്ളിയുടെ ഒരു നിർത്തും. KL 55. എല്ലാ വണ്ടിക്കും 55 ഈ ഏരിയയിലുള്ള വണ്ടിക്കല്ല. 55 ശ്രദ്ധിച്ചുള്ളൂ. ഈ ലോഡ് ഇറക്കിയപ്പോ തന്നെ ലോഡിന്റെ ഭംഗിയും പോയി, ഓടിക്കാനുള്ള സുഖവും പോയി. മെയിൻ ഡ്രൈവർ പാസം അനുസരിച്ചാണല്ലോ പറയുന്നത്. എന്നുവെച്ചാൽ ബാഗ് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഫ്രണ്ട് വെയിറ്റ് ആയതുകൊണ്ട് കുലുക്കോ ഭയങ്കര. ഓടിക്കാനും പാടാ. അതുകൊണ്ട് വേണേ ആകാശം ഓടിച്ചോളൂ. ചായ കുടിച്ചിട്ട് അത് പറഞ്ഞ ക്ഷത്രിയൻ. എന്തോ അതെ, ഡ്രൈവ് സീറ്റിൽ കയറിയിരിക്കണേ. അതാ സുഖം. ഞാനെന്നിട്ട് നീണ്ടെന്ന് പറഞ്ഞ അങ്ങോട്ട് കിടക്കും. കിടന്ന് ഉറക്കമൊന്നും നടക്കുകയില്ല. അതെ, കുലിക്ക് സർബത്ത്. ഏത് ടൈപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഇവനല്ലേ മനഃപൂർവ്വം വേണേ കുലുക്കും. ഈ നല്ല വഴി കൂടെ പോയാലും ഇങ്ങനെ കുലുക്കുക ചാട്ടവാ. അത് പുറവശം ഇങ്ങനെ എടുത്തടിക്കുന്നതാണേ. പുറയിൽ വെയിറ്റ് ഇല്ലല്ലോ. കാലി അതാ. ഡെമ്മിയുടെ അവിടെ തൊട്ടില്ല, ഹൗസിങ്ങിന്റെ ഫ്രണ്ടിലോട്ട് ലോഡുള്ളൂ. മലപ്പുറം ജില്ലക്കാർക്ക് പരിസരബോധം. അപ്പൊ ഇതാണ് ബാലേന്ദ്രൻ ചേട്ടന്. എന്നാണ് വിശേഷമൊക്കെ? നല്ല സുഖം. അപ്പം ചങ്കോട്ടിന്ന് കണ്ടിട്ട് പുറകെ വന്ന 5 കിലോമീറ്റർ ഓടിയിട്ട് വന്നു. ശരി. എവിടെയെങ്കിലും നിർത്താനൊരു സ്പേസ് കിട്ടണ്ടേ? അല്ല, ഞാനത് കുറെ ദിവസമായി നിങ്ങളെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഒന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് മുഖം കാണണമല്ലോ എങ്ങനെയെങ്കിലും. അതുകൊണ്ട് ഒപ്പ് പോന്നാ. വീട് നേരെ എവിടെ ആയിട്ട്? ഇവിടെ ഈ അരുവശാലിന്റെ അടുത്ത്. ഇവിടെ അടുത്ത് തന്നെയാണ്. സമയമില്ല. ഏത് വണ്ടിയാണെങ്കിലും പിന്നെ ഒരിക്കലാട്ടെ. പിന്നെ ഞങ്ങള് സമയമില്ലാതെ ധൃതി വെച്ച് പോരുമായിരുന്നു. ഫോട്ടോ വേണം, ഭാര്യക്കൊക്കെ കാട്ടി കൊടുക്കണം. പിള്ളേരൊക്കെ? പിള്ളേര് 2 പേര് അരുവശാലില് ജോലി ചെയ്യണു. ഞാന് +2 പഠിക്കണം. ചേച്ചി തന്നെയാണ്? ചേച്ചി വീട്ടിൽ തന്നെ. അപ്പോൾ അതെ, നമ്മൾ ചായ കുടിക്കാനായിട്ട് എത്തിയതാണ്. ഇവിടെ നമ്മുടെ അവിടെയുള്ള എല്ലാ ഐറ്റം പലഹാരങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. സുഖിയൻ, സമൂസ. സുഖിയനല്ല കേട്ടോ, അത് പിന്നെ മസാല ബോണ്ട. ഞാനോർത്ത് സുഖിയനായിരിക്കും. അല്ല. പിന്നെ റോള്, സമൂസ, ഏത്തക്ക ബോളി, അത് സവോള വട എന്തോന്നു. പിന്നെ മറ്റേ ഉള്ളിവട, പപ്സ്, കട്ട്ലറ്റ്, ഇത്രയൊക്കെ സാധനമേ ഉള്ളൂ. മസാല ബോണ്ട എന്നാന്നറിയോ? നമ്മുടെ ഈ കിഴങ്ങും ഇതെല്ലാം ഉള്ളിയെല്ലാം കൂടെ കൂടിയുള്ള നമ്മളെ വടാപ്പാവിനകത്ത് കിട്ടുന്ന സാധനം, വടക്കകത്ത് എന്ന് പറഞ്ഞുള്ള അതും അതിന്റെ ബോണ്ട. അതുപോലെ അത് തന്നെ സാധനം പറഞ്ഞാൽ ഏത്തക്ക ബോളി കഴിക്കാം. ഏത്തക്ക ബോളി കഴിക്കാം. മഴ ചാവുന്നുണ്ട് കേട്ടോ. വേറെ ചായ കുടിച്ചിട്ട് പോകണം. മുകളിൽ ഇതുണ്ട്, ഈ പാലത്തിന് മുകളിൽ ഇഷ്ടം പോലെ സൗകര്യം വണ്ടി പാർക്ക് ചെയ്യാൻ. ഇപ്പൊ അതിലേതിലും എല്ലാം വണ്ടികൾ വരും കേട്ടോ. ഇപ്പൊ ഓടിക്കുമ്പോ അതാ ശ്രദ്ധിക്കണ്ടേ, ഏതിലാ വരുന്നതെന്ന് പറയാൻ പറ്റിയല്ല. യഥാർത്ഥം ഇനിയിപ്പോ ആ മണ്ണെല്ലാം എടുത്ത് മാറ്റണ്ടേ? ആ മണ്ണെല്ലാം കട്ട് ചെയ്ത് അവിടെ ടാറി മാറ്റിട്ട് കണ്ടോ. അവിടെ ഉണ്ടോ ഇത് വേറെ കെട്ടൊന്നുമില്ല കേട്ടോ. ഇതുണ്ട് ഈ 2 സൈഡ് പോയി. അതെ, വെട്ടുകളിലായോണ്ട് ഉറപ്പുണ്ടാവും. അതേലാ നിക്കുന്നത്. അതുകൊണ്ട് അതൊരു നെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ സിമെന്റ് തന്നെയല്ല, അതിനകത്ത് വേറെന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്, കെമിക്കൽസ് ഒക്കെ ഉണ്ട്. എന്നിട്ട് സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുക. ഇതിനകത്ത് നെറ്റ് ഉണ്ടല്ലേ? നെറ്റ് ഇട്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചത് ആ സൈഡ് ബ്ലോക്കായി നിൽക്കാണല്ലോ, കുറെ വണ്ടികൾ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഏകദേശം പണി ടാറിങ് എല്ലാം കഴിഞ്ഞ് നടക്കാതെ, പക്ഷെ ഓപ്പൺ ആയിട്ടില്ല. ഡ്രൈവർ പറഞ്ഞ കാര്യം ശരിയാട്ടോ. അത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. വണ്ടി ഓടിച്ച് നോക്കേണ്ട കാര്യമില്ല. ലോഡിങ്ങനെ കുറെ ദിവസം ഇറക്കി കഴിയുമ്പം അറിയാവുന്നുള്ളൂ. കുടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഡ്യൂട്ടി മാറേണ്ടി വന്നില്ല. അല്ല, ഇവിടെ ഇരിക്കാൻ പാടാന്നല്ലേ പറഞ്ഞത്? ഇങ്ങനെ അക്കരെ ഇക്കരയും കൂടെ വണ്ടി പോകുന്ന കാണുമ്പോൾ നല്ല രസം. അതിരുമടയായി സ്ഥലം. അതിരിന് മട വെക്കുക. പാടത്ത് മട വെക്കാന്ന് കേട്ടിട്ടുണ്ട്. അതാണ് അതിരുമട. ബസ് കയറി പോകുന്നുണ്ടോ KSRTC? മുമ്പേ അപ്പുറത്തെ സൈഡിൽ കൂടെ അല്ലായിരുന്നു ബ്ലോക്ക്. ഇപ്പം നോക്കിയാൽ നമ്മുടെ സൈഡ്. നമ്മൾ എത്ര നേരം ഇങ്ങനെ പതുക്കെ പോകാൻ തുടങ്ങിയിട്ട്. ഇതെല്ലാം നമ്മുടെ മാമനിയുടെ ആയിട്ടോ. പുത്തനത്താണി. അത്
പുത്തനത്താണി ടൗണ് 2 സൈഡിൽ നടുക്കൂടെ ഹൈവേ താഴെ കൂടെ പോകും. 2 സൈഡും സർവീസ് റോഡ്. ആ 2 സൈഡിലും അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ തന്നെ വലിയ പാടാണ്. പിന്നെ ഈ പാലം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും. ഒരുവിധം എല്ലാ ക്രോസിംഗ് ഉള്ളിടത്തും അല്ല ഇതുപോലെ താത്ത് കൊടുത്തേക്കുന്നിടത്തും ക്രോസ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ വലിയ പാലം കൊടുത്തിട്ടുണ്ട്. അത് നല്ല എന്ത് മണ്ണാണെന്ന് തോന്നി. ഇവിടുന്ന് ഇതെല്ലാം എടുത്ത് കോരി മാറ്റാനുള്ളതാണെന്ന് തോന്നി. മാറ്റി കഴിയുമ്പോഴും താഴെ റോഡ് ഞാനല്ല ഒരു 1-2 വർഷം കൂടെ ഇങ്ങനെയൊക്കെ പോകേണ്ടി വരും. അത് കഴിയുമ്പം നല്ല അടിപൊളി റോഡിൽ കൂടെ വണ്ടി ഓടിക്കാം. 2 വർഷം എടുക്കും ഇനി അല്ലേ? 2 വർഷം കൊണ്ടെങ്കിൽ തീരുവോളം തോന്നുന്നു. ചെറിയൊരു കൊട്ടാരം പോലത്തെ വീട്. ഞാൻ ആദ്യം എന്നാ ഓർത്തുന്നത് മസ്ജിദായിരിക്കും ഓർത്ത്. അതായത് കാടാമ്പുഴയൊക്കെ പോകുന്ന കൂട്ടാത്. ഇതേ നമ്മുടെ വട്ടപ്പാറ കയറ്റം, അതായത് നമ്മൾ വളാഞ്ചേരി കയറ്റം എന്നാണ് സാധാരണ പറയാറുള്ളത്. അപ്പം ഇവിടെ ഒരുപാട് വണ്ടികൾ അപകടം നടക്കുന്നതായിരിക്കും. വഴിപണി തീർന്നാൽ ഇതെല്ലാം രക്ഷപ്പെട്ടു. ഇതങ്ങോട്ട് പോകുമ്പോൾ ഈ റൂട്ടിലെ ഒരു വലിയ ഒരു ചുരമാണ്. മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങി. നിനക്ക് സമാധാനമായല്ലോ, മഴ പെയ്യുന്നില്ലെന്നായിരുന്നു വിഷമം. സന്തോഷായി ഗോപിയേട്ടാ, സന്തോഷായി. വളാഞ്ചേരി എത്തി. ഏകല്ലേ മഴ അവിടെ ഒരു ശകലം അവിടെ ചെറുതായിട്ട് ചാറിയതേ ഉള്ളായിരുന്നു. ആ ഇതുണ്ടോ പുലികളിയുടെ കേട്ടോ രസമുണ്ടല്ലേ. ഡ്രസ് കിട്ടുകൊണ്ട് മേഡത്തിന് ഇവിടെ ഇറക്കി വിട്ടിരുന്നെങ്കിലോ? ഡ്രസ് ഈ ട്രിപ്പ് തുടങ്ങിയപ്പോ ഇട്ടിരുന്ന എന്റെ ടീഷർട്ട്. വളാഞ്ചേരി വലിയൊരു ടൗണാ അല്ലേ? ആ നമുക്ക് റൈറ്റിലേക്കാ പോണ്ടേ. പട്ടാമ്പി പാലക്കാടൊക്കെ നേരെ. ഇവിടെയൊക്കെ ഹൈവേ വരുമ്പോൾ അപ്പുറത്തൂടെ എങ്ങാണ്ടാ പോകുന്നത്. അതുകൊണ്ട് പിന്നെ ഈ ടൗണിനൊന്നും വലിയ കുഴപ്പം പറ്റിയില്ല. ഇപ്പം കുറ്റിപ്പുറം പാലം ഭാരതപ്പുഴയ്ക്ക് കുറുകയാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളെ കുറ്റിപ്പുറം പാലം കടന്ന് നേരെ പോയിരുന്നെങ്കിൽ നമുക്ക് പൊന്നാനി വഴി പോയായിരുന്നു. ഇപ്പം നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് തൃശ്ശൂർ വഴിയാണ് പോയിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുങ്ങല്ലൂർ വഴിയാണല്ലോ പോയത്. അതെ, അതുകൊണ്ടാണ് തൃശ്ശൂർ വഴി പോയേക്കാന്ന് ആകാശ് ബ്രോ പറഞ്ഞു. നമ്മൾ എടപ്പാളെത്തി. എടപ്പാൾ പിന്നെ ഇപ്പോൾ സിഗ്നലൊന്നുമില്ല, ഇപ്പോൾ ഫ്ലൈ ഓവർ ആയതുകൊണ്ട് അതേ കൂടെ പോയാൽ ഇവിടുന്ന് അടിയിൽ നിന്ന് ഈ പാലത്തിനടിയിൽ നിന്ന് റൈറ്റിലേക്ക് പോയാൽ പൊന്നാനി, ലെഫ്റ്റിലേക്ക് പോയാൽ പട്ടാമ്പി. രാത്രി ലൈറ്റൊക്കെ ഇട്ട് എല്ലാ ടൗണുകളും കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ പെരുമ്പിലാവെത്തി, കുന്നംകുളമെത്തി. ഇവിടുന്ന് ആ വഴി നേരെ കിടക്കുന്ന വഴി പോയാൽ ചാവക്കാട്, ഗുരുവായൂരൊക്കെ പോവാം. നമ്മൾ തൃശ്ശൂർ കയറിയാൽ പോകുന്നത്. ഞാനല്ലേ ഈ കുന്നംകുളം തൃശ്ശൂർ റൂട്ട് എത്ര വർഷമായിട്ട് ഇങ്ങനെ മോശമായിട്ട് കിടക്കുകയാണ്. ഭയങ്കര നാണക്കേടാ ശരിക്കും പറയാൻ. ആ അല്ലേ, ഇത്രയും വലിയൊരു ടൗണിലേക്കുള്ള വഴിയേ ഇവിടെയുള്ള ജനപ്രതിനിധികളും ഒക്കെ ഇതൊന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു. എത്ര വർഷം എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എനിക്ക് തോന്നുന്നേ ഈ വഴി ഇങ്ങനെ കിടക്കുന്നത്. പാച്ച് വർക്ക് എന്നിട്ട് എന്നെ ചാട്ട വന്നില്ലേ വണ്ടിയെ പോകും. ഇരുന്നിരുന്ന് കുലിയും അടുത്തോണ്ട് ഇടയ്ക്ക് ഒരു അരമണിക്കൂർ ഞാൻ കിടന്നായിരുന്നു. ഉറങ്ങാൻ കിടന്ന പക്ഷേ ഉറങ്ങിയൊന്നുമില്ല. നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് പോകാം. അപ്പുറത്തെ സൈഡിലൊരു ചെറിയ തട്ടുകട കാണുന്നുണ്ട്, അവിടുന്ന് കഴിച്ചിട്ട് പോകാം. അമ്മയുടെ അടുക്കളയാ. അതെ, അമ്മയുടെ അടുക്കളയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇവിടുത്തെ അടുക്കളയിലേ അമ്മയുടെ അടുക്കളയിൽ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കൊള്ളി, ആട്, ബോട്ടി, ആട് തല, ആട് ലിവർ, നാടൻ കോഴി, നാടൻ താറാവ്, കോഴിക്കറി, മീൻകറി, ഫിഷ് മോളി, ഞണ്ട്, കൂന്തൽ, ജമ്മീൻ, ചപ്പാത്തി, പൊറോട്ട, ദോശ. ഈ കൊള്ളി എന്ന് പറഞ്ഞാൽ കപ്പയല്ലേ? ഇവിടെ ഈ സൈഡ് തൃശ്ശൂർ സൈഡില് കൊള്ളി കൊള്ളിന്ന് കണ്ടപ്പോൾ ഞാനവർക്ക് കൊള്ളി കഴിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. പക്ഷേ കൊള്ളി കഴിഞ്ഞു, അതുകൊണ്ട് പൊറോട്ട മേടിച്ചു. പൊറോട്ടയും മീൻകറി. ചപ്പാത്തിയും പറഞ്ഞു, ചിക്കൻ റോസ്റ്റ് പറഞ്ഞു. ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചു അതൊക്കെ അങ്ങ് പോവാം. എടുത്തോ ഇനി എറണാകുളം വരെ. ടോസ് ഒന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല, ആകെ എറണാകുളം വരെ കഴിഞ്ഞു. നീയല്ലേ പറഞ്ഞേ? ഞാൻ പറഞ്ഞിട്ടില്ല ആഹാരം കഴിച്ചു. നീയാ പറഞ്ഞേ ഞാൻ റെസ്റ്റ് എടുത്ത് മരിക്കുവാന്ന് പറഞ്ഞേ. ഇപ്പറൊന്നും ഇല്ല എന്ന് വണ്ടി എടുക്കുവേ. അങ്ങനെ നമ്മൾ കുന്നംകുളത്തുനിന്ന് കുതിരപ്പുറത്ത് വരുന്ന പോലെ ചാടി നമ്മൾ തൃശ്ശൂരെത്തി. എന്റെ പൊന്നോ, സത്യം. അത് നമ്മള് പൂങ്കുന്നത്തുനിന്ന് റൈറ്റ് എടുത്ത് നേരെ ടൗണിനകത്തൂടെ കയറി പോവാം. വലിയൊരു വഴി പോയേക്കല്ലേ? പകലോ നമുക്ക് ടൗണിൽ കൂടെ പോകത്തില്ല, എന്നാ രാത്രിയിലും പോയാ. തൃശ്ശൂര് വന്നിട്ട് വഴി തെറ്റിപ്പോയിട്ടുണ്ടോ?
തൃശ്ശൂർ വഴി തെറ്റാൻ തൃശ്ശൂരിൽ ഓർഡർ എടുക്കാനൊന്നും വന്നിട്ടൊന്നുമില്ല, കുറവാ. ഞാനൊരു പ്രാവശ്യം ഇതേപോലെ ഈ ലോഡ് പോകുന്ന വഴിയെല്ലാം നമുക്കറിയാം, വരുന്ന വഴിയും പോകുന്ന വഴി അല്ല. വേറെ ഇവിടെയുള്ള വേറെ വഴികളൊന്നും അറിയത്തില്ല. തൃശ്ശൂരേ ആ പ്രാവശ്യം ലോഡ് കയറ്റാൻ വേണ്ടി ഇറക്കിയിട്ട് കോട്ടയത്തിന് ലോഡ് കയറ്റാൻ വേണ്ടി പോവാ. ആ എനിക്ക് വടക്കഞ്ചേരിക്കാ പോകണ്ടേ. ആ എന്റെ ചേട്ടാ ഒരു റൗണ്ട് എനിക്ക് തെറ്റി. ഞാനൊരു 3 പ്രാവശ്യം നോക്കാൻ നേരത്ത് ആ പോലീസുകാരനെ തന്നെയാ കാണുന്നത്. ഈ റൗണ്ട് കയറിയാൽ വലിയ പാടൊന്നുമില്ല. അത് ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഒരിടത്തും തെറ്റാവുക. എനിക്കത് കറങ്ങി ഞാനത് തന്നെ എനിക്ക് വട്ടായതാണെന്ന്. കാരണം ഞാൻ പുള്ളി പറയും നേരെ പോ. ഞാൻ ചോദിക്കും സാറേ വടക്കഞ്ചേരി, നേരെ വെക്കോ. ഞാൻ നേരെ വരുമ്പോ വീണ്ടും മറ്റേ പിന്നെ അങ്ങോട്ട് കറങ്ങി വരും. വീണ്ടും കറങ്ങി ഒരു 3 പ്രാവശ്യം കറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്റെ പൊന്നു സാറേ ഞാൻ മടുത്തി തൃശ്ശൂർ സാറിനെ 3 പ്രാവശ്യം ഞാൻ കണ്ടെന്ന് പറഞ്ഞു. ആ കറങ്ങുന്ന നേരത്തിന് ഒരു ഓട്ടോ വിളിച്ച് മുന്നേ വിട്ടാൽ പോരായിരുന്നോ? അത് ബെസ്റ്റ്. തൃശ്ശൂരിലെ ഓട്ടോയുടെ പുറകെ എല്ലാം ഒരേപോലെ ആയിരിക്കും. ഏത് വണ്ടിയാണ് നമുക്ക് അങ്ങനെ അറിയുന്നത്. അതുകൊണ്ട് എപ്പോ വന്നാലും എനിക്ക് തൃശ്ശൂർ റൗണ്ടിൽ തരും. ഇവിടെ എങ്ങോട്ടാ? ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നമുക്ക് റൗണ്ടിൽ കൂടെ കയറി നേരെ കാണുന്നതാണ് വടക്കുന്നാഥ ക്ഷേത്രം. നമുക്ക് വേണേൽ അതിലെ രാത്രി ആയതുകൊണ്ട് അങ്ങോട്ട് ഓപ്പോസിറ്റ് പോയായിരുന്നു. ഇനി അത് വേണ്ട, നമുക്ക് റൗണ്ട് കറങ്ങി തന്നെ പോവാം. വടക്കുന്നാഥന് ചുറ്റി പോവാം. അതെ, അവര് വലത്ത് വെച്ചെന്നായ റൗണ്ട് പോക്കോ, റൗണ്ടിന് ചുറ്റിപ്പോക്കോ. വടക്കുന്നാഥ ക്ഷേത്രത്തിന് ചുറ്റിയാണ് തൃശ്ശൂർ കിടക്കുന്നത്, തൃശ്ശൂർ ടൗണ്. അപ്പം നമ്മൾ ആ ലെഫ്റ്റിലേക്ക് കണ്ട വഴി ഷൊർണൂർ. ഇങ്ങനെ ഈ റൗണ്ടിൽ നിന്ന് ഓരോ സ്ഥലത്തേക്കുള്ള വഴികൾ ഇറങ്ങിപ്പോവാം. വടക്കേ സ്റ്റാൻഡ് ലെഫ്റ്റിലേക്ക്. ഇതാണ് പാറമേക്കാവ് ക്ഷേത്രം. എറണാകുളം നേരെ അല്ലേ? സെന്റ് ജോസഫ് ചർച്ച് കുരിയാച്ചിറ ഉള്ളൂരെത്തി നമ്മൾ. ഇതിപ്പോൾ നമ്മൾ മണ്ണുത്തി പോകാതെ നേരെ നമ്മുടെ പാലിയേക്കര ടോളിൻ്റെ കുറച്ചിപ്പുറേ വന്ന് ഇറങ്ങും. ആ പാലത്തിനടി വന്ന് ഇറങ്ങാം. അതെ, അതിലേ പോകുന്നതിൽ എളുപ്പമാണ് ഇത്. ഈ വഴി ഉദ്ദേശിച്ചാ വരുന്നത്. പക്ഷെ വരുന്നത് കഴിയുമ്പോ നേരെ മറ്റേ അപ്പുറത്തെ വഴിക്ക് തന്നെയാണ്. മറ്റേ ആ ഉരുളി വെച്ചിരിക്കുന്ന ഇതില്ലേ, ആ വഴിക്ക് തന്നെയാണ്. അല്ല, ഈ അതിലെ ഇങ്ങോട്ട് വരുമ്പോഴും ഇതിലേയും വരാൻ വേണം. പിന്നെ പകൽ വരുമ്പോൾ ഇച്ചിരി തിരക്കാണ് ഈ വഴിയിൽ. അതെ, അതിലെ വന്ന് നമ്മളിത് NH 544 വന്ന് കയറി. മുകളിൽ കൂടെ പോകുന്ന NH 544. അതിലേ പോയി ഇതിലേ വന്നു. അതെ, നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ 544 കൂടെ പോയി, തിരിച്ച് 66 കൂടെ വന്നിട്ട് വീണ്ടും 544 കയറിയേക്കുക. അപ്പോൾ അതെ, നമ്മൾ പാലിയേക്കര ടോൾ പ്ലാസ എത്തി. ഈ ട്രിപ്പിന്റെ ലാസ്റ്റത്തെ തുടക്കം ടോളും ഇത് തന്നെ, ലാസ്റ്റ് ടോളും ഇത് തന്നെ. മിക്ക ട്രിപ്പിന്റെയും തുടക്കം ഈ ടോള് തന്നെ ആയിരിക്കും. ഇതുവഴിയാ വരുന്നതെങ്കിൽ ലാസ്റ്റ് ഇത് തന്നെയാണ്. അപ്പോൾ അതെ, നമ്മൾ അങ്കമാലി എത്തി. നമുക്ക് ലോഡ് ഇറക്കേണ്ടത് ഇടയാറാണ്. അപ്പം എറണാകുളം പോകണം. എറണാകുളം പോയി കളമശ്ശേരിക്ക് ഇപ്പം നമ്മൾ കണ്ടെയ്നർ റോഡിൽ കൂടെ പോയിട്ട് വേണം നമുക്ക് ലോഡ് ഇറക്കാൻ. അത് നമ്മൾ കോട്ടയം പോകുന്ന റൂട്ടാ, പെരുമ്പാവൂർ മൂവാറ്റുപുഴയൊക്കെ പോകുന്ന വഴിയാണ്. അപ്പം നമ്മൾ ആലുവ കളമശ്ശേരി വഴിയാണ് അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ആലുവ ശിവക്ഷേത്രം ഈ ലെഫ്റ്റിലേക്ക് പോകണം. അതെ, ആലുവ പാലത്തിലേക്ക് നമ്മൾ കയറാൻ പോവാം. പെരിയാറിന് കൂടെ കുറുകെയുള്ള പാലം, അല്ലെങ്കിൽ ആലുവ പുഴയ്ക്ക് കുറുകെ. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ് പൂമര കൊമ്പിച്ചാരത്ത് പൂമരം വീശും നേരത്ത് ആരോരുമില്ല തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. ഈ പാട്ടിന് ഇടയ്ക്ക് ശേഖരിച്ച സൗണ്ട് കുറയുന്നുണ്ടല്ലോ ഇടയ്ക്ക്. അതിനാ വരികൾ അറിയാതെ വരുമ്പോ വിഴുങ്ങുന്ന. ഓ ശരി. ഗാനഗോകുല് ഉറക്കം തോന്നുന്നു, വിളിച്ചെഴുന്നേപ്പിച്ചാലോ. എന്നെക്കാളും നല്ലത് എസ് ജാനകി പാടുന്നതാ നല്ലത്. എസ് ജാനകി ഉറക്കമാണ്, വിളിച്ചെഴുന്നേപ്പിക്കണം. ശരിക്കും ഇതിലെ താഴേക്ക് ഇറങ്ങി പോയാൽ മതി. അപ്പം കളമശ്ശേരി അപ്പുറം സിഗ്നലിൻ്റെ അവിടെ. അപ്പം ഇറക്കാൻ ആകാശമാണ് പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോവാം. അപ്പോൾ ആ സിഗ്നലിൽ അങ്ങോട്ട് ഒത്തു വരും ഇപ്പം. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയ ആകാശം അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോരും. അപ്പോൾ അതെ, മുത്ത് നമ്മളെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ട്. എന്നാണ്ട് ആണോ? ഇനിയിപ്പോൾ മുത്താ ഡ്രൈവ് ചെയ്യുന്ന കേട്ടോ. ഇന്ന് മെയിൻ ഡ്രൈവർ ഇനിയും മുത്താ കേട്ടോ. സമയം 12 മണിയായി. അതെ, 12 മണിയായി. ഇനി വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും 2 മണിയല്ലോ നമ്മൾ. അപ്പോൾ നമ്മുടെ നാസിക് ട്രിപ്പ് ഇവിടെ പൂർത്തിയാകുകയാണ്. അപ്പം ഇനിയിപ്പോൾ ആകാശ് പ്രോ ലോഡൊക്കെ ഇറക്കിയിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് വന്നേക്കും. നാളെ ഞാൻ ലോഡ് ഇറക്കിയിട്ട് അവിടെ കാണാം. അങ്ങ് പോരെ.
എല്ലാം പറഞ്ഞ പോലെ ആ